പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PV അൻവർ ഉയർത്തിവിട്ട ആരോപണത്തിൻ്റെ തിരമാലയിൽപ്പെട്ട് ആടിയുലയുകയാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി. എന്തെന്ന് വെച്ചാൽ ചെറിയ ആരോപണമല്ലല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിയിലെ ഏറ്റവും വിശ്വസ്തനായ, മുഖ്യമന്ത്രിക്കേറെ വിശ്വസ്തനായ അഡീഷണൽ DGP MR അജിത് കുമാറിനെതിരെ ഒന്നൊന്നൊന്നായി ശരങ്ങൾ തൊടുത്തുവിടുകയാണ്. എല്ലാം മൂർച്ചയുള്ള ശരങ്ങളാണ്. പക്ഷേ അതെവിടെ പോയി തറയ്ക്കും എന്ന് നമുക്കൊരു നിശ്ചയമില്ല അന്വേഷണം കഴിയുമ്പോൾ. ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് സർക്കാർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. എന്നാൽ സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ നടപടി വേണ്ട എന്നാണ് തത്വത്തിൽ ധാരണ. അൻവറിന്റെ ആരോപണങ്ങൾ സംഘടനാ തലത്തിൽ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് CPM. ശശിയെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഉയർത്തുന്നു എന്നാണ് സൂചന. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ PV അൻവർ MLA ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരായ ആരോപണങ്ങൾ ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇനിയില്ല എന്ന പ്രഖ്യാപനം നടത്തിയ KT ജലീലും മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. TV പ്രസാദ് നമുക്കൊപ്പം ചേരും. റോഷിപാലുമുണ്ട്. ശ്രീജിത്തും ഈ രാഷ്ട്രീയ നീക്കങ്ങളും തലസ്ഥാനത്തെ ഇന്നത്തെ നിർണായക ദിവസത്തിൻ്റെ മറ്റു വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കും. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സ്ഫോടനാത്മകമായ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ഇന്നലെ കരുതിയതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അൻവർ പറഞ്ഞു വെച്ചു. അൻവർ തുടങ്ങി വെച്ച അൻവാർ യഥാർത്ഥത്തിൽ ആദ്യഘട്ടം അവസാനിച്ചെങ്കിലും അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് PV അൻവർ തലസ്ഥാനത്തെത്തുമ്പോൾ TV പ്രസാദ് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഈ പറഞ്ഞ ആരോപണങ്ങളുടെ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് നൽകുമോ? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച് മുഖ്യമന്ത്രിയെ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം അൻവർ വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ PV അൻവർ ഇപ്പോൾ ഏതെങ്കിലും തെളിവുകൾ കൊടുക്കാൻ സാധ്യതയുണ്ടോ? ആ തെളിവുകൾ കൂടി കിട്ടിയതിന് ശേഷമായിരിക്കുമോ ഇനി ADGPയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക? TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യമല്ല PV അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ രാവിലെ നിലവിലുള്ളത് എന്നുള്ളതാണ്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ചത്. പിന്നീട് അതിനുശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതായത് ADGP MR അജിത് കുമാർ തൽസ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. DGP കഴിഞ്ഞാൽ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം MR അജിത് കുമാറിൻ്റെ കീഴുദ്യോഗസ്ഥരുമാണ്. തീർന്നില്ല അരുൺ. SP സുജിത് ദാസിനെതിരായ നടപടി അത് സസ്പെൻഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരം വരെ ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വന്നിരുന്ന വാർത്ത. പക്ഷേ അതുമില്ല. സുജിത് ദാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രം തീരുമാനിക്കുന്നു. പകരം പോസ്റ്റിംഗ് ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിലൊരു നടപടി രൂപത്തിലുള്ള ഏക സാധനം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ PV അൻവറിനുള്ള ആത്മവിശ്വാസം ഇന്ന് രാവിലെ ഉണ്ടാകാനിടയില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും ഒപ്പം തെളിവും കൊടുക്കുമോ എന്നുള്ളത് പ്രഖ്യാപിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് PV അൻവർ തന്നെയാണ്. ഇന്ന് രാവിലെ ബന്ധപ്പെട്ട് നോക്കി PV അൻവറിനെ നമുക്ക് കിട്ടിയില്ല ഇതുവരെയും. പക്ഷേ ഇന്നലത്തെ നിലപാടനുസരിച്ച് ഇന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരോപണങ്ങൾക്കപ്പുറം അതൊരു പരാതിയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവമാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു അന്വേഷണത്തിന് പുറത്ത് ആരാണോ ആരോപണം ഉന്നയിച്ചത് അവർ തന്നെ അവരുടെ കയ്യിലുള്ള തെളിവുകൾ സഹിതം പരാതി നൽകുമ്പോൾ സ്വാഭാവികമായും ആ അന്വേഷണത്തിൻ്റെ ഗൗരവം വർദ്ധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ P ശശിയെയും മാറ്റി നിർത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ DGPയുമായി നടന്ന ഒരുപക്ഷെ മണിക്കൂറുകളോളം തന്നെ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ ഇത് രണ്ടും വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. സ്വാഭാവികമായി ഇന്നലെ രാവിലെ അൻവർ കരുതിയത് ഇവർ സ്ഥാനത്ത് നിന്ന് മാറും, അറ്റ്ലീസ്റ്റ് MR അജിത് കുമാറെങ്കിലും മാറും എന്നായിരിക്കണം കരുതിയിരുന്നത്. എന്തായാലും ഇന്നത്തെ അൻവറിൻ്റെ നീക്കം അതീവ പ്രാധാന്യമാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ KT ജലീലും തിരുവനന്തപുരത്തേക്ക് വരികയും മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്യുമ്പോൾ അരുൺ